മനുഷ്യന്റെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതത്തിനുള്ള അവസരങ്ങളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം എത്തിച്ചേരുന്ന ഒരു ചിന്ത, നമ്മുടെ പണത്തിനും ശക്തിക്കും ബന്ധങ്ങൾക്കും അനുഭവങ്ങൾക്കും ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇനി എന്തു ചെയ്യും, വാതിലുകളെല്ലാം അടഞ്ഞു എന്ന ചോദ്യവുമായി നിൽക്കുമ്പോൾ മനുഷ്യന്റെ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നാണ്. ഇതിന് ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണം. ഒരു വിവാഹ വീടാണ്, സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും സംഗീതക്കാരും ആഘോഷങ്ങളും പുതിയ സ്വപ്നങ്ങളുമൊക്കെ പൂവണിയുന്ന ആ ഒരു സ്ഥലം. യഹൂദന്മാരുടെ സംസ്കാരത്തിൽ, അല്ല നമ്മുടെയും സംസ്കാരത്തിൽ, വിവാഹം ഒരു ചടങ്ങ് മാത്രമല്ല, അത് ആ കുടുംബത്തിൻ്റെ മാനവും ആദരവും സമൂഹത്തിലുള്ള അവരുടെ സ്ഥാനവുമൊക്കെ പ്രകടിപ്പിക്കുന്നൊരു ആഘോഷമായി മാറാറുണ്ട്. അതിഥികളെ ആദരവോടെ സ്വീകരിക്കുകയും ഭക്ഷണവും വിരുന്നുമൊക്കെ നൽകി അവരെ സ്വീകരിക്കുന്നതുമൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ ഇവിടെ ആ സന്തോഷത്തിൻ്റെ ഇടയിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു. അവരുടെ സൽക്കാരത്തിൻ്റെ ഭാഗമായിരുന്ന വീഞ്ഞ് തീർന്നു പോകുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ ചെറിയ പ്രശ്നമായി നമുക്ക് തോന്നാം. എന്നാൽ ഒരുപക്ഷെ ആ വീട്ടുകാർക്ക് അതൊരു അപമാനമായി മാറുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം, ആഘോഷമായിരുന്ന ദിവസം, അപ്രതീക്ഷിതമായി സ്വപ്നങ്ങളും സന്തോഷങ്ങളും അഭിമാനവുമൊക്കെ തകരുവാൻ സാധ്യതയുള്ള ഒരു സംഭവമായി മാറുവാൻ ഇടയുണ്ട്. നമ്മുടെ ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്. സന്തോഷത്തോടെ തുടങ്ങുന്ന പല കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് പ്രതിസന്ധിയിൽ അവസാനിക്കാറുണ്ട്. കുടുംബജീവിതം, ബിസിനസ്സുകൾ, ജോലി, ആരോഗ്യം, അങ്ങനെ നല്ല രീതിയിൽ ആരംഭിച്ച പലതും ഈ വീഞ്ഞു തീർന്ന അനുഭവം പോലെ ആയിത്തീരാറുണ്ട്. ഒരുപക്ഷെ ചിലരുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളായിരിക്കാം, ബന്ധങ്ങളിലുള്ള ഉലച്ചിലുകളായിരിക്കാം, ദൈവത്തോടുള്ള വിശ്വാസവും പ്രത്യാശയും കുറഞ്ഞു പോകുന്ന അനുഭവങ്ങളായിരിക്കാം. ഓർക്കുക, നിങ്ങളുടെ കുറവ് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ തുടക്കമാകാം. ഈ കാനായിലെ വീട്ടിലെ പ്രശ്നം ആദ്യം മനസ്സിലാക്കിയത് യേശുവിൻ്റെ അമ്മ മറിയം ആയിരുന്നു. താൻ യേശുവിനോട് പറഞ്ഞ വാക്കിതായിരുന്നു, അവർക്ക് വീഞ്ഞില്ല. ഇവിടെ പരിഹാരമൊന്നും താൻ നിർദ്ദേശിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല, ഭയപ്പെട്ടില്ല. മറിച്ച് പ്രശ്നം ശരിയായ വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം ദൈവത്തോട് ഇങ്ങനെ ചെയ്യണം, എന്തു ചെയ്യണം എന്നൊന്നും വിശദീകരിക്കുന്നതല്ല. ദൈവമെല്ലാം അറിയുന്നു. നമ്മുടെ കണ്ണുനീർ പോലും വാക്കുകളാകുന്നതിന് മുമ്പ് ദൈവം നമ്മെ നന്നായി മനസ്സിലാക്കുകയാണ്. യേശുവിൻ്റെ അമ്മ മറിയം പറയുന്ന കാര്യം ഇതാണ്: അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുവിൻ. അനുസരിക്കുവാനും കാത്തിരിക്കുവാനും വിശ്വസിക്കുവാനും നമുക്ക് കഴിയട്ടെ. കാരണം ഇന്നും അവൻ നമ്മുടെ കണ്ണുനീർ സന്തോഷമാക്കി തീർക്കുന്നു. നമ്മുടെ കുറവുകളെ നാളെയുടെ സാക്ഷ്യമാക്കി മാറ്റുകയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ ദൈവമഹത്വത്തിൻ്റെ അവസരങ്ങളാക്കി താൻ മാറ്റുകയാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.